Question നോക്കൂ. After 10 years, the simple interest on a sum of money will be 600. If the principal is increased three times, after 5 years, what will be the total interest after 10 years? 10 വർഷം കഴിഞ്ഞ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 600 ആണെങ്കിൽ നമുക്ക് 5 വർഷം വരെ എന്തില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 5 ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? 5 ഇയറിലെ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഓരോ വർഷവും സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും സെയിം ഇൻട്രസ്റ്റ് ആയിരിക്കും. 10 വർഷം 600 ആണെങ്കിൽ ഒരു വർഷം 60 ആണ്. 5 വർഷം 5 × 60 300 ആണ്. 300 രൂപ നമുക്ക് എന്തുണ്ട്, 5 വർഷത്തെ ഇൻട്രസ്റ്റ് അവിടെ എന്തായാലും കാണും. ഇനിയുള്ളതാണ് പ്രശ്നം വരുന്നത്. കാര്യം പ്രിൻസിപ്പൾ എന്ത് ചെയ്തു, 5 വർഷം കഴിഞ്ഞ് 3 മടങ്ങാക്കി. അപ്പോൾ പ്രിൻസിപ്പൾ 3 മടങ്ങാക്കുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താവും, ഓട്ടോമാറ്റിക്കലി 3 മടങ്ങാവും. എങ്ങനെ? ഇപ്പോൾ 100 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൾ, അതിൻ്റെ റേറ്റ് പെർസെൻറ്റേജ് 10% ആണെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര വരുന്നത്, 10 രൂപയാണ്. ഈ 100 എന്നുള്ളത് 300 ആക്കി കഴിഞ്ഞാൽ എന്താവും, റേറ്റ് എത്ര തന്നെയാണ്, 10% തന്നെയാണ്. 300ൻ്റെ 10% എത്രയാണ്, 30 അപ്പോൾ പ്രിൻസിപ്പൾ എന്താണോ ചെയ്യുന്നത് അതേ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൾ 3 മടങ്ങാക്കിയാൽ ഇൻട്രസ്റ്റും എന്താവും, 3 മടങ്ങാവും. അതായത് അടുത്ത 5 വർഷത്തേക്ക് നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് ഇൻട്രസ്റ്റ് എത്ര ആവും, 300ൻ്റെ 3 മടങ്ങ്, അതായത് 900 രൂപയാവും. അങ്ങനെ ടോട്ടൽ 10 വർഷം കഴിയുമ്പോൾ എത്ര ഇൻട്രസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 900 300 1200. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. റെയിൽവേ RRB JEE ചോദിച്ച ക്വസ്റ്റ്യനാണ്. ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.